ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റൽ എംബോസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സോഡാ ക്യാൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതാണ് സാധനം. അപ്പം ഈ സോഡാ ക്യാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലാക്കിയെടുക്കുന്നത്. അതിന് കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള സോഡാ ക്യാനുകളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂൾസുകളുണ്ട് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഈ കാണുന്ന ടൂൾസുകളാണത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ എഡ്ജസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. കുറേയൊക്കെ ഷാർപ്പായതും കുറേ തടിച്ച് ഉരുണ്ടതുമാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റീലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കാർ വാഷിൻ്റെ ഒരു സ്പോഞ്ചാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മസ്റ്റായിട്ട് നമുക്കിത് വേണം. ഇതില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, നമുക്ക് ഇത് കൂടാതെ തന്നെ ഒരു കത്രിക ആവശ്യമുണ്ട്. അപ്പോൾ കത്രിക ഇത് വലിയ കത്രികയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം കാണിച്ച കത്രികയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ കത്രിക നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ സൈഡ് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എക്സോ ബ്ലേഡ് കൊണ്ട് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കത്രിക അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു വര വീണപ്പോൾ അവിടെ ചെറിയൊരു ഹോൾ വീണത് കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഈ ഹോളിലൂടെ നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചളുങ്ങി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മേലെ കൂടെ കട്ട് ചെയ്യുമ്പോഴും സൈഡിൽ കൂടെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ചളുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു വര ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇത്തരത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത സാധനം ഇങ്ങനെ ചുരുണ്ട് പിന്നിലേക്ക് തന്നെ റിട്ടേൺ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്ത പീസുകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. ഇത് ഇപ്പോഴും ഏകദേശം ഒന്ന് റിട്ടേൺ പോകുന്നുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാനുള്ള പാകത്തിലായിട്ടുണ്ട്. നിങ്ങളുടെ രീതിയിൽ അത് നീറ്റാക്കിയിട്ട് എടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നാണ്. ചിത്രം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ആ ബോർഡിൽ തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ ടൂൾസ് അത്തരത്തിലുള്ള ടൂൾസാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന സ്കെച്ചുകളുടെ മേലെ കൂടെ മാത്രമല്ലാണ്ട്, അതായത് അതിൽ നിന്നും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കതിൽ വീണ്ടും അത് ശരിയാക്കിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം അതിൻ്റെ വരകൾ അവിടെ അതിൻ്റെ മേലെ പ്രൊജക്റ്റ് ചെയ്ത് കാണും. അത് വളരെ ബോറായിരിക്കും. അപ്പോൾ മാക്സിമം വരയ്ക്കുമ്പോൾ തെറ്റ് കൂടാണ്ട് സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുക, നോക്കിയിട്ട് വരയ്ക്കുക. ഇത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നൈസായിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും നൈസായിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പോഞ്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് സ്പോഞ്ച് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ വരച്ച എഡ്ജുകൾ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മാർക്കിങ് അതിൻ്റെ പിൻവശത്ത് വരുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത്ത് കൂട്ടി കൊടുക്കുക. അവിടെ മാർക്കിങ് വരുന്നില്ലെങ്കിൽ നല്ല പവറിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത്, അതായത് ഇതിൻ്റെ പിൻവശത്ത് ഇത് കാണുന്ന പോലെ അവിടെ ലൈൻസ് വരും. ആ ലൈൻസാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇതിൻ്റെ ബോർഡർ. അപ്പോൾ ആ ബോർഡർ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ എഡ്ജസുകളും നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ നോക്കുക. മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ വരച്ച ലൈനിൻ്റെ മേലിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ നോക്കുക. പുറത്തേക്ക് പോയാലും ഈ ലൈനിൻ്റെ ഉള്ളിലേക്ക് വരാണ്ട് നോക്കണം. ഉള്ളിലേക്ക് വന്നാലാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് ഇത് തോന്നുക. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ബോർഡറുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ബോർഡറൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി വർക്ക് തുടങ്ങാം. കൂട്ടത്തിലുള്ള ഏറ്റവും തടിച്ചിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോർഡറാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബോർഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിനെ കൊണ്ട് ഇനി നമുക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് നന്നായിട്ട് ഇത് പ്രഷർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പകുതി ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റെപ്പ് മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡർ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ ബോർഡറിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ, അതുപോലെ ബോർഡറിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് നടുവിലേക്ക് അമർത്തി അത് ഒരു കുഴി മാതിരി ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഈ കുഴി മാതിരി നമ്മൾ ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ പുറംഭാഗം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അതുപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. കാരണം ഇത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഷേപ്പുകളൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുക. ബോർഡറിൽ നിന്ന് നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഉള്ളോട്ട് ഇറങ്ങുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ നൈസായിട്ടുള്ളൊരു ടൂൾ ഉപയോഗിച്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ആ മാർക്കിങ് വളരെ ആഴത്തിലും ഒരുപാട് നേരം നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഷർ ചെയ്യുന്നതിനനുസരിച്ച് അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് ആ ജോയിൻറ്റ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം ആക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ബോർഡറുകളും ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാലുകളും എല്ലാ സൈഡുകളും നമ്മളിപ്പോൾ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആയതിനു ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ എനിക്ക് കുറച്ച് ലൈൻസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലൈൻസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും മാറി കിട്ടിയില്ലെങ്കിലും ഒരു പരിധി വരെ ഇത് ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ബഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ നടു ചതുങ്ങി പോകാതിരിക്കാൻ നോക്കണം. കാരണം നമ്മളിത് ഹാർഡായിട്ടുള്ളൊരു ഷീറ്റ് നമ്മൾ നൈസാക്കി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അതിൻ്റെ നടുഭാഗമൊക്കെ ഒരു ലൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മടങ്ങി പോവാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ അടയാളം കാലാകാലം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കിയെടുക്കുക. കുറച്ച് ലൈൻസൊക്കെ അതിൻ്റെ മേലുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നിവർന്ന് നിൽക്കും. ലൈൻസൊക്കെ കുറവായിരിക്കും അതിൻ്റെ മേലെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാനിത് ഉണ്ടാക്കാനെടുത്ത, അതായത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനെടുത്ത സമയത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്കെടുത്ത സമയം ഇത് വെട്ടിയെടുക്കാനാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സമയമേറിയ പരിപാടിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതിന് ഒരു കാര്യമില്ലാണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡ് പോർഷൻ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ വളരെ ബോറായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ഒരു കാര്യമില്ലാണ്ടാവും. അപ്പോൾ നമ്മളിപ്പം ഈ സാധനം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണേൽ ഉപയോഗിച്ച് നിങ്ങൾക്കിത് അവിടെ ഒട്ടിച്ച് നിർത്താം. ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ ഉപയോഗിക്കാതിരിക്കുക. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഒട്ടിക്കുന്ന സൈഡിൽ നിന്ന് ഒലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കല അവിടെ കാണാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു, എൻ്റെ മൈൻഡിൽ തോന്നുന്നത് അത് അവിടെ കല കാണാൻ സാധ്യത കൂടുതലാണ്. കാരണം ആ വൈറ്റ് കളർ ആയതിനെ കൊണ്ട് ആ കല്ലിൻ്റെ മേലെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ സാധ്യതയാണ്. നമുക്കിവിടെ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കാം. ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ കാല്, കൈ, തല, വാല് എന്നീ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. എന്തായാലും നടുഭാഗത്ത് നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ കുഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സൈഡുകളിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗമ്മ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കാറ്. പെട്ടെന്ന് ഒട്ടുന്നതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിൻ്റെ മേലെ ആദ്യം ഗമ്മ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ കൈ വെച്ച പോലെ വെക്കേണ്ടി വരും. ഒരു സാഹചര്യം ഉണ്ടാവും വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഗമ്മ് നിങ്ങളുടെ കയ്യിലാവാനും കയ്യിലായ സാധനം ഈ നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മേലെ ആവാനും സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഗമ്മിൻ്റെ ഒരു പോർഷൻ അതിൻ്റെ മേലെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക. വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സോഡാക്കാൻ്റെ മേലെ ഫോട്ടോസ്റ്റാറ്റ് ആദ്യം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വൈറ്റ് ടാപ്പ് ഉണ്ടല്ലോ, വൈറ്റ് ഇൻസുലേഷൻ ടാപ്പ്, അത് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടെ വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ അതിൻ്റെ മേലെ വെച്ച് ഇളകിപ്പോവാത്ത രീതിയിൽ വരയ്ക്കാവുന്നതാണ്. അങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി ടൂൾസ് ഉപയോഗിച്ച് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള വർക്കുകൾ ചെയ്തതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള കല്ലുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ബോധിച്ചിട്ടുള്ളൊരു കല്ല് തിരഞ്ഞെടുക്കുക. എന്നിട്ട് മാത്രം അതിൽ ഒട്ടിച്ച് വെക്കുക. എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.